പിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മിക്കവാറും ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടുന്ന അന്ന് തന്നെ ഒരു ഫ്രീ ഫയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ ഫ്രീ ഫയർ നിർത്തിയിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നിർത്താനും പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ചെറിയതായിട്ട് വേറെ ഗെയിംസൊക്കെ ഒന്ന് കളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും ഈ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബ്ലോക്സ് ഫ്രൂട്ടാണ് ഗൈസ്. റോബ്ലോക്സ് ബ്ലോക്സ് ഫ്രൂട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഞാനിതിനകത്ത് ഒരു ഗ്രൈൻഡിങ് ഗെയിമാണ് ഗൈസ്. പെട്ടെന്ന് പറഞ്ഞുതരാം, ഗ്രൈൻഡിങ് ഗെയിമാണ്. നിങ്ങൾ വൺ പീസ് ഗെയിം ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കറിയായിരിക്കും ഡബിൾ ഫ്രൂട്ട് എന്താണെന്ന്. അതുപോലെ തന്നെ ഇതിനകത്തും കാണും ഓരോ ഫ്രൂട്ട്സ്. ഞാനും ചെറിയ വൺ പീസ് ഫാനാണ് ഗൈസ്. അത് നമ്മൾ ഇത് തിന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പവേഴ്സ് കിട്ടും. ഇപ്പോൾ ഞാൻ കഴിച്ചത് മാഗ്ന എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. എനിക്ക് പോർട്ടലിൽ നിന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഗൈസ് ആ ഫ്രൂട്ട് കിടിലാണ്. പക്ഷെ അതിൻ്റെ ലെവലപ്പൊക്കെ ആക്കണം, മാസ്റ്ററൊക്കെ ഇതാവണം. പക്ഷേ ഞാനത് തിന്നിട്ട് മാസ്റ്റർ ഇതായിട്ട് പിന്നെ എനിക്ക് ദേഷ്യം വന്നത്. കാരണം എനിക്ക് കുറേ ഗ്രൈൻഡിങ് ഉണ്ട്, അതുകൊണ്ട് വലിയ ഇതൊന്നും പോകില്ല. അതുകൊണ്ട് ഞാനത് അതിന് പകരം മാഗ്ന എടുത്തു. അതിൽ വേറെ കുറേ ഫ്രൂട്ട് ഉണ്ട്, ലൈറ്റൊക്കെ എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഇതിനകത്ത്. അതുകൊണ്ട് ഞാനൊന്നും എടുക്കണ്ടേ. അപ്പോൾ ഗൈസ് ഗെയിം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ലെവലപ്പ് ആക്കാൻ പറ്റും. ഓരോ ഫ്രൂട്ടും കാണും, ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ഓരോ ലെവലാകുമ്പോൾ പോകും. ഇപ്പോൾ ഞാൻ പ്രിസണിലാണ് ഗൈസ്, പ്രിസണിലാണ്. അപ്പോൾ ഇവിടെ കുറേ പ്രിസണേഴ്സൊക്കെ കാണും. നമ്മൾ ഇവിടെ നിന്ന് റിക്വസ്റ്റ് എടുത്തിട്ട് അവന്മാരെ തല്ലിക്കൊല്ലണം. അങ്ങനെ അവന്മാരെ കൊല്ലുമ്പോൾ ലെവലപ്പ് ആവും. അതൊക്കെയാണ്. കൂടുതൽ കാണാനില്ല, നിങ്ങൾ കുറച്ച് ഞാൻ കളിക്കുന്നതൊക്കെ കാണാൻ പറ്റും, നിങ്ങൾക്ക് പിടി കിട്ടും ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല, കളി തുടങ്ങാം. കളിക്കുന്ന കണ്ടോ? ഓക്കെ, ഞങ്ങൾ പിന്നെ മിക്കവരും ഈ ഗെയിം കളിച്ചതായിരിക്കും ഓൾറെഡി. ബ്ലോക്സ് ഫ്രൂട്ട് നിങ്ങൾക്ക് കുറേ പേർക്ക് ഇതിനെപ്പറ്റി എല്ലാവരും കുറേ അറിയായിരിക്കും, എന്നെയൊക്കെ കൂടുതൽ അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വല്ല ടിപ്സും തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ നമ്മളിവിടെ ഇത് കളിക്കാൻ ലെജൻഡേക്കും ഉണ്ട്. സൈലൻ്റായിട്ട് അവിടെ ഇരിക്കുക, ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, സൈലൻ്റാണ്. വണ്ടി ചിലർക്ക് മനസ്സിലാക്കണം. ആ ഷിപ്പ് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഷിപ്പ് ഓടിച്ചുകൊണ്ട് വന്നത് ഞാനതിൽ കയറി ഇങ്ങനെ നിൽക്കായിരുന്നു. ഷിപ്പ് തനിയെത്താൻ ഓടിയതാണ്, അത് ഓടിച്ചത് ലെജൻഡേക്കായിരുന്നു ഗൈസ്. അതിന് സൂപ്പർ പോകുന്നൊന്നുമില്ല. ഞാൻ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട് വെച്ചിട്ട് സിമ്പിൾ ട്രിക്ക് കണ്ടൊക്കെയുണ്ട് ആൾക്കാരെല്ലാം കൊല്ലാൻ. ലെജൻഡേക്ക് എന്നോട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിനകത്ത് എനിക്ക് അവരെയൊക്കെ കൂടുതൽ ലെവലുള്ളതാണ് ഈ സത്യം ട്രിക്ക് വർക്കാണ്. അല്ലെങ്കിൽ ഇത് ലെജൻഡേക്കാണ്, ഈ മാഗ്നയായി പോണവൻ. ഇപ്പം എൻ്റെ പിന്നാലെ അവന്മാർ വന്നില്ലേ, എൻ്റെ ഈ ലാവമ്മയെ കൂടെ അവന്മാർ പോകുമ്പോൾ അവന്മാരുടെ ഹെൽത്ത് സത്യം പറഞ്ഞാൽ കുറയുന്നുണ്ട്. അങ്ങനെയാണ് സിമ്പിളായിട്ട് എല്ലാത്തിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒന്ന് പോയാൽ മതി, അവന്മാർ പിന്നാലെ വന്നോളും. ബോട്ട് പോലെയാണ് അത് തന്നെ. പക്ഷെ നമ്മളെക്കാൾ ലെവലപ്പായ ആൾക്കാരാണെങ്കിൽ നമ്മളൊക്കെ അവരടിക്കുമ്പോൾ നമ്മളെ അടിക്കുമ്പോൾ നമുക്ക് നല്ല ഡാമേജ് കിട്ടും. പക്ഷേ അതാണ് പിന്നെ ഈ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളെ അടിക്കുമ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കൂടെ വിട്ട് പോകണമെന്നുള്ളൂ. വേറെ എല്ലാവരും ചെയ്യുന്നു. അതും കൂടിയാണ് ഫ്രൂട്ടിൻ്റെ വീക്ക്നെസ്. അത് സത്യം പറഞ്ഞാൽ ലെജൻഡറി ആയിരുന്നു. ഏക്കയ്ക്ക് ഒന്നും കിട്ടി, അവന് തിന്നു. അവന് സത്യം പറഞ്ഞാൽ അവന് ഇഷ്ടമായി കൊടുത്തപ്പോൾ എനിക്ക് തന്നല്ലോ ജിന്ദഗി. പക്ഷെ ഇത്രയും പൊട്ടയെന്ന് ഞാൻ കഴിച്ചു. പൊട്ടയല്ല കഴിച്ചാൽ കിഡിലോസ്റ്റ് ഫ്രൂട്ടാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഗെയിം കളിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും, ലെജൻഡറി ഫ്രൂട്ടാണ്. കിഡിലും ഞാനാണ്, പക്ഷെ അതിന് ലെവലപ്പ് ആക്കണം, മാക്സ് ആക്കണം. ഫ്രൂട്ട് ഉണ്ട് അത് പോയി, എന്തോ ഇൻവെൻറ്ററി ആരെ കൊന്നപ്പോൾ കണ്ടു പോയതാണ്. കിട്ടി അപ്പം തന്നെ കൊന്നുണ്ടായി. എന്നുണ്ടായിരുന്നു പിന്നെ ഗെയിമിൽ ആ ജംഗിൾ വെച്ചിട്ടുള്ള ഒരു വലിയ ക്വിസ്റ്റൊക്കെ എടുത്ത് നമ്മൾ C1 കഴിച്ചു. പിന്നെ C1 ഞാൻ കണ്ടുതരാം. എന്തോ സബാർന്നോ അങ്ങനെ എന്തോ ഒരു ഫ്രൂട്ട് സ്കിന്ന് എന്താ അങ്ങനെ എന്തോ ആണ്. കമൻറ്റ് ചെയ്യാം. നമുക്ക് ഈ കോട്ട് കിട്ടിയിരുന്നു മറ്റവനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇത് വയസ്സ് അഡ്മിൻ അങ്ങനെ എന്തോ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ഇത്രയും ഫ്രൂട്ട്
മാത്രമല്ല ഞാൻ ലൈറ്റ് ഞാൻ ഇപ്പോൾ ഗ്രൈൻഡിങ്ങിനായിട്ട് മാറിയിട്ടില്ല. പിന്നെ എനിക്ക് ഗൈസ് ഈ സബീർ എന്ന് പറഞ്ഞ ഈ സാധനം കിട്ടി. കട്ടാനയാണ് ഗൈസ് ഏറ്റവും പവർഫുള്ള് സാധനം ഗെയിമിൽ ഇതാണെന്നാണ് പറയുന്നത്. C1 ഏറ്റവും പവർഫുള്ള് ഇതാണ്. അല്ലാണ്ട് എല്ലാ ഗെയിമിൽ എൻ്റെ ഗെയിമിൽ ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടെ ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തോക്കിയിരുന്നു. അപ്പോൾ ഇതാണ് മോസ്റ്റ് പവർഫുൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പോർട്ടൽ ഫ്രൂട്ട് കിട്ടിയപ്പോൾ ആ ഫ്രൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയതായിട്ട് ഡാമേജ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാസ്റ്ററി ആ ഫ്രൂട്ട് ആവണ വരെ ഈ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല ഡാമേജ് കൊടുത്തിട്ട് അതും കൂടി കിട്ടിയിട്ട് അങ്ങനെ മാസ്റ്ററി ആവാനായിരുന്നു കയറ്റി. പക്ഷേ ഇത് കുറേ ടൈം എടുത്തുകൊണ്ട് ഞാൻ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തു. അത് 161 കോടിയുണ്ട് പോലും. ഞാൻ അപ്പോൾ ഒന്ന് കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇതുണ്ട്. ഞാൻ ആ ഓവർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ കാണാൻ പറ്റും. ഇതിനേക്കാൾ കൂടുതൽ ഡാമേജാണ് ഈ നല്ല ഗ്രൈൻഡിങ്ങിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഫ്രൂട്ടാണ്. ഗൈസ് മാഗ്നാണ് ഈ ഫ്രൂട്ട്. എന്താ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. പിന്നാലെ അവന്മാർ വന്നുള്ളൂ. അവന്മാർ ചത്തു. ഞാൻ തിരികെ പോവാം. കാരണം ഈ 3 ചത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ക്വസ്റ്റ് എടുക്കാൻ. നമ്മൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും. പക്ഷേ എന്തായാലും ഇടും. പക്ഷേ അപ്പോൾ നമുക്ക് നമ്മൾ വേറൊരു ഗെയിമും കൂടി ചിലർക്ക് വേറെ എന്തെങ്കിലും ഗെയിം കളിച്ചാൽ ആഗ്രഹം കാണില്ലേ, ബോറടിച്ചുണ്ടാവില്ലേ, അതുകൊണ്ടാണ്. പക്ഷേ എന്തായാലും നമ്മൾ അതിൻ്റെ ഇടും. അത് ഞാൻ നിർത്താമെന്ന് പോകണില്ല. അതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ ഇത് ഇഷ്ടമാണ്. അതാണ് കുറച്ചും കൂടി ഇഷ്ടമായിരുന്നത്. ലെജൻഡിലേക്ക് എവിടെയോ തുടങ്ങി അവിടുത്തെ ചീഫ് വാർഡിനായിട്ട് പഠിക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ഈ ബ്ലോക്ക് ഫ്രൂട്ടിനാണ്. ഞാൻ റീഫണ്ട് ചെയ്യും. ആ ക്യാൻഡി ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമല്ലേ ഗിഫ്റ്റൊക്കെ കിട്ടാൻ, അവിടെ പോയിട്ട് ഇതിപ്പോൾ ഞാൻ ചെയ്യണില്ല. കാരണം എനിക്ക് വലിയ മാഗ്മയാണ് ലെജൻഡിയുടെ ഒപ്പം തന്നെ ഞാൻ പോകാൻ ടെക്സ്റ്റിയുടെ ആ സാധനം കൂടി ഞാൻ വാങ്ങും. പക്ഷേ ഇപ്പം എൻ്റെ ക്യാൻഡി ഇല്ല, നിങ്ങൾ നോക്കിയാൽ കാണും. കുറച്ച് ഗ്രൈൻഡ് ഇപ്പം മാഗ്മ വെച്ച് ചെയ്തിട്ട് അത് ചെയ്യാനാ പ്ലാൻ. ഇവർക്ക് ഇഷ്ടം പോലെ ആലോചിക്കില്ല. 20 എന്താ കാര്യം? അടുത്തേക്ക് ഇഷ്ടം കൊടുത്തരാ. എവിടെയാ മറ്റേ സ്ഥലം എവിടെയാ? ഓക്കെ ലെജൻഡിലേക്ക് കളിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് എന്തിനാണ് അവനെന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായി ഗൈസ് ഗ്രൈൻഡിങ്ങിനൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ പോവാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോവാം. പിന്നെ അതിൻ്റെ വരും ചാവ അവന്മാർ ചാവ കൊല്ലാന്ന് പറയണ്ടേ, മലയാളം പോലെ പറയാത്തത്. വാണനെവിടെയാ? ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോവാം ഫ്രണ്ടിലേക്ക്. ശരിയുള്ള ബോറ് ഏത് ഫ്രീ ഫയറിനേക്കാൾ ബോറിങ് ഇതാ. അതെനിക്ക് നീ ഇപ്പോൾ കാട്ടുന്നത് പോടാ. ഡെവലപ്പ് കഴിഞ്ഞാൽ നടക്കിടയിലൊക്കെ ഫ്രൂട്ട് കിട്ടി. എൻ്റെ ബോസൊക്കെ അമ്മയുടെ കളി. പിന്നെ ബോസുകളൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യണം, അതായിരിക്കും കിട്ടില്ല. 10 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് അതോ ഒരു മണിക്കൂർ 20 മിനിറ്റ് കഴിയുമ്പോഴാണ് മറ്റേ എൻ്റെ ഫ്രീ ആയിട്ട് കിട്ടണം. 2 മണിക്കൂറാണ് കഴിയുമ്പോൾ ഇതിലും ജനറലിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇവന്മാരുള്ളില്ല, ഭാഗ്യത്തുള്ളവന്മാരവിടെ പോയി. കൊണ്ടുപോകണം. ഒരു ചത്തില്ല. അവരൊക്കെ സ്പീഡ് ഞാൻ ഓടിപ്പോയിണ്ടാവുന്നുണ്ട്. അവന്മാരെ തട്ടേന്ന് പോവാ. ഇവിടെ അവന്മാർ ഇൻവിസിബിളായി പോയാ എടുത്തേന്ന് പോയി. നിൽക്കണം. ഞാനങ്ങ് സ്ട്രെയിറ്റ് പോയി. അവന്മാർക്ക് അതൊന്നും അറിയാത്തതുകൊണ്ട് കിട്ടാൻ ഇവിടെ എല്ലാത്തിനും പെടുത്തിട്ട് ഇവിടെ തന്നെ ഒന്നിച്ചിട്ട് അങ്ങ് അടിച്ചു പോലെ. അതാണ് എളുപ്പം. അതുപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ തന്നെ ഒരു 220 ലെവലാകാൻ പറ്റും നോക്കാം. 3 കൂടി ഇവിടെ എവിടെയെങ്കിലും സ്പോണായാൽ മതി.
ലോങ്ങിലത്തെ സ്പോൺ അടുത്ത സ്പോണാണ് തോന്നുന്നു. ഓക്കെ. ഒരുത്തനും കൂടി ലെവലപ്പ് ആയതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. നമ്മൾ ഒരു ഇതും കൂടിയും വരും, വേറൊരു എപ്പിസോഡും കൂടിയും. പക്ഷെ അപ്പം ഇത് നമ്മളൊരു ബോസിനെ കൊല്ലാനുള്ള ലെവലാക്കി, അവനെ കൊല്ലാൻ പറ്റിയൊരു ലെവലിലായിട്ടായിരിക്കും അവനെ കൊല്ലാൻ പറ്റും. ഇപ്പം നമ്മൾ പറ്റുന്ന അവനായിട്ടാ. എന്നാൽ കഴിച്ച് നമുക്ക് ഈ വീഡിയോ ഇതിനെ അവനെ തീർക്കാം. എവിടെയാ 20 മീറ്റർ അറിയാം അവിടെ പോയിട്ട്. ഓക്കെ ഞാനും പറ്റേക്കാണ്. എനിക്ക് വാടൻ ബോസാണ് അതിന്. എന്തായാലും നമുക്ക് അങ്ങനെ എന്താണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് വാടൻ അതന്നെ കുറേ പേര് വെട്ടിയെടുത്തതല്ലേ. അപ്പോൾ കഴിച്ച് നമുക്ക് അവനെന്തായാലും തീർക്കാൻ വന്നിട്ട് ഇവിടെ ഇരിക്കണമെന്നല്ലോ. ഇവിടെ ഇരിക്കണമെങ്കിൽ മറ്റേനാ വാടനടിയാ അതന്നെ ഇതാണ് വാടൻ ബോസാണ്. അപ്പം ജസ്റ്റ് വോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കിട്ടിയെങ്കിൽ ഒരാഴ്ച ഉണ്ടായില്ല. ഇന്നലെ വരോളാ നീ ലെജൻഡേക്ക് വേറെ ഐലൻഡിൽ പോയി കിടക്കാം. അവനോട് ചത്താ ഇല്ല മരം അവനൊന്നും പറ്റില്ല. ഓക്കെ ട്രിപ്പ് മനസ്സിലുണ്ട്. അവൻ അവിടെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നോക്കുന്നത്. മറ്റേത് കഴിക്കുന്നുണ്ട്. അയ്യോ അവൻ എന്നെ തീർത്തു. ഞാൻ അതിനെപ്പറ്റി ഓർത്തില്ല. നൈസായിട്ട് കുമാ തന്നെ അറിയാം കഴിച്ചു. നമുക്ക് ഫ്രീ ഫയർ ഞാൻ ഒരു ഡാമേജ് വരെ കൊടുക്കില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ഓൾറെഡി കൊടുത്തില്ല. നീ ഇവിടെ എത്തിയാ അങ്ങനെ കിട്ടി. ലെവലപ്പ് കുറച്ച് പതിയാവണിപ്പോ. ലോയസ്റ്റ് എനിക്ക് എത്ര ലെവലായി വീട്ടുണ്ട്. എത്ര ചീപാടിനെ കൊല്ലാൻ? 40 ചീപാടിനെ കൊല്ലാനാ ചീഫ്. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു പുതിയ വീഡിയോ ഇട്ട് അധികമായി കൊണ്ട് കാണും ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ചീഫ് വാർഡനെ കൊല്ലാനുള്ള ലെവലായി വെക്കും. നമുക്ക് വാർഡനെ തന്നെ കുറച്ച് കാണും അങ്ങനെയല്ലേ എന്തില്ലാട്ടെ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വീഡിയോ ഇട്ട് വരും. ചിലപ്പോൾ നാളെ തന്നെ വരിയിരിക്കും ഗൈസ്. ഓക്കെ അപ്പോൾ ശരി ഗൈസ്, ബൈ.